എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കിച്ചൺ നസിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കസ്റ്റാർഡാണ് കേട്ടോ. വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ പെർഫെക്റ്റായിട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. വീഡിയോ മുഴുവനായിട്ട് കാണണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കസ്റ്റാർഡ് എങ്ങനെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. പിന്നെ ഞാൻ കസ്റ്റാർഡ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. ഞാൻ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഴങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ആപ്പിള്, മുന്തിരി, മാതളം, പിന്നെ നേന്ത്രപ്പഴവും പൂവൻ പഴവും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടിയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. ഇനി നമുക്ക് 1/2 ലിറ്റർ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുക. 1 ലിറ്റർ പാലാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 1/2 ലിറ്റർ പാലാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 1/2 ലിറ്റർ പാലിൽ നിന്ന് ഒരു 1/4 കപ്പോളം പാല് നമുക്ക് എടുക്കട്ടോ. ഈ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കട്ടകളില്ലാതെ നമുക്ക് എടുക്കണേ. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം പാല് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. പാല് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്ത് ഞാൻ ചൂടാക്കി എടുക്കട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടായി നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇതാ നമ്മളെ പാലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് ചൂടുള്ള പാലിലോട്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡർ അതേപടി ഇട്ട് കൊടുക്കരുത് കേട്ടോ. അതുപോലെ കലക്കി വെച്ചിട്ട് തണുത്ത പാലിലോ അല്ലെ വെള്ളത്തിലോ കലക്കി വെച്ചിട്ട് മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. അല്ലാതെ കട്ട പിടിച്ചു പോയേ. അപ്പോൾ നമുക്കിത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കട്ടെ. അടിയിൽ പെട്ടെന്ന് പിടിച്ചു പോകും. അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ മധുരം ചേർത്ത് കൊടുക്കട്ടോ. ഓരോരുത്തർക്കും എത്രത്തോളം മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ. അതിൻ്റെ ഒപ്പം കസ്റ്റാർഡ് മിൽക്ക് കൂടി പിന്നെ മറ്റേ കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ പഞ്ചസാര പകുതിയും കണ്ടൻസ് മിൽക്ക് പകുതിയും ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പൂണ് കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് കൊടുത്തിക്കണ്. പഞ്ചസാര ആണ് കൂടുതൽ ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇതിനും നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ ചൂടിലൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള കസ്റ്റാർഡാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ പറ്റും. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. മുതിർന്നവർക്കും ഇഷ്ടം തന്നെ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് കസ്റ്റാർഡ്. നല്ല ഇതിലായി കിട്ടണം. നമുക്ക് 1/2 ലിറ്റർ പാലിന് 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ മാത്രം എടുക്കാം കേട്ടോ. അതിൽ കൂടുതൽ എടുത്താൽ അത് നന്നായി കിട്ടൂല. ഞാനൊരു സ്പൂണാണ് കേട്ടോ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് നമ്മൾക്ക് ഇളക്കി കാഞ്ഞ് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കാം കേട്ടോ. അധികം കുറുകി പോവുകയും ചെയ്യരുത്, അധികം ലൂസാവുകയും ചെയ്യരുത് കേട്ടോ. കുറുകി പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല, അധികം ലൂസായി പോയാലും നമുക്ക് പിന്നെ ഒരു വെള്ളം പോലെ ആയിപ്പോവും. ഒന്ന് ഒരു പാകത്തിനായി കിട്ടുന്നേരം നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതായത് നല്ലോണം കുറുകി വന്നിക്കണം കേട്ടോ. ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫാക്കേ. നമ്മൾ കസ്റ്റാർഡ് അവിടുന്ന് ചൂട് അണിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പഴങ്ങൾ മുറിച്ച് ചേർക്കട്ടോ. ഞാൻ ആപ്പിളാണ് കേട്ടോ ആദ്യം എടുത്തത്. ആപ്പിൾ ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കട്ടോ. അതുപോലെ ഇതാ പൂവൻ പഴം ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിക്കുന്നു. അതുപോലെ ഞാൻ പിന്നെ എടുത്തത് നേന്ത്രപ്പഴം കേട്ടോ. അതും ഇങ്ങനെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടോ. പിന്നെ മുന്തിരി, പിന്നെ മാതളം, ഇതെല്ലാം കൂടിയാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ ഇതിലേക്ക് നമ്മൾ പുളിയുള്ള സാധനങ്ങളും വെള്ളം അധികമുള്ള ഫ്രൂട്ട്സുകളൊന്നും ചേർക്കരുത് കേട്ടോ. വത്തക്ക, ഓറഞ്ച് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കരുത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ പോയി പോകും.
അപ്പോൾ ഈ ആപ്പിളും മുന്തിരിയും മാതളവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് പെട്ടെന്ന് കസ്റ്റാർഡ് തയ്യാറാക്കി എടുക്കട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സുകളൊക്കെ അത് അവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ മുന്തിരി ഞാൻ നടുക്കൊന്ന് കട്ട് ചെയ്തിക്കണേ. അപ്പോൾ മുന്തിരി മാതളം ഞാൻ തൊലി കളഞ്ഞത് അവിടെ വെച്ചിരിക്കണേ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് കസ്റ്റാർഡ് ചൂട് തണിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ അത് നമ്മളെ കസ്റ്റാർഡൊക്കെ നന്നായി ചൂട് തണിഞ്ഞ് വന്ന് കിട്ടോ. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓരോ ഫ്രൂട്ട്സും അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി നമുക്കിത് തണുത്ത് കഴിഞ്ഞിട്ട് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തണുക്കാൻ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് തണുത്ത് വന്നിട്ട് നമുക്കിത് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡൊക്കെ നല്ലോണം സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്കിത് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ കസ്റ്റാർഡൊക്കെ നല്ലോണം സെറ്റായി തണുത്തൊക്കെ വന്ന് കിട്ടും. ഇനി നമുക്കിത് കഴിക്കാം കേട്ടോ. അടിപൊളിയായിട്ട് എല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കസ്റ്റാർഡാണ് കേട്ടോ. കുറച്ച് ചേരുവകളും മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഒന്ന് ചെയ്യേ, സബ്സ്ക്രൈബ് ചെയ്യേ, ഒന്ന് ഷെയർ ചെയ്യേ ഒക്കെ ചെയ്യാം. ഇനിയും ഇങ്ങനത്തെ വീഡിയോകളുമായി വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും നന്ദി.